അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ അടുക്കാറായിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെല്ലാവരുടെ മനസ്സിലും ഒരു മിക്സഡ് ഫീലിംഗ് ആയിരിക്കും വരുന്നത് അല്ലേ? അപ്പം ഈ ഒരു അവസരത്തിൽ മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇതിന് നിങ്ങൾക്ക് സിൻസിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, അതായത് ഈ ക്രിസ്മസ് എക്സാം അടുക്കാറായി, ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, ഇങ്ങനെയൊക്കെ നമ്മൾ പല വീഡിയോസിലൂടെയും നമ്മളെല്ലാവരും പറയുന്ന സമയത്ത് നിങ്ങളുടെ എത്ര ആൾക്കാരുടെ മനസ്സിൽ പേടി വരുന്നുണ്ട്? ഓക്കെ, ഞാൻ എത്ര ആൾക്കാരുടെ മനസ്സിൽ റിലാക്സ്ഡ് ആയിട്ടുള്ള കുഴപ്പമില്ല, റിലാക്സ്ഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂൾ മൈൻഡ് അല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളെ കൊണ്ട് ചെയ്യാനൊക്കെ പറ്റും, എക്സാം വരട്ടെ, നമ്മൾ ഫേസ് ചെയ്യും, അത് ഭയങ്കര പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് നിങ്ങളുടെ മനസ്സിൽ എത്ര പേർക്ക് വരുന്നുണ്ട്? എത്ര പേർക്ക് ഭയങ്കര പേടി, ടെൻഷനൊക്കെ വരുന്നുണ്ട്? ഇതിൽ ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് വരുന്നത്? നിങ്ങൾക്ക് പേടിയാണോ വരുന്നത്, അതോ അല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഡീൽ ചെയ്യാം എന്നുള്ളൊരു മൈൻഡാണോ നിങ്ങൾക്ക് വരുന്നത്? എന്തുകൊണ്ട്? അതൊന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാണ് മിസ് ഇപ്പോൾ ചോദിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് ചില കുട്ടികൾക്ക് ഇങ്ങനെ എക്സാം ആണെന്നൊന്നും പറഞ്ഞിട്ടും വലിയ ടെൻഷനൊന്നുമില്ല. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ലൈവ് പോയപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോൾ യെസ് മിസ് പഠിച്ചു, നമ്മൾ അടിപൊളിയായിട്ട് എഴുതുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമൻറ്റ് സെക്ഷനിൽ ഒരു ലൈവ് ചാറ്റ് ഞാൻ അവിടെ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതായത് നമ്മൾ പഠിക്കുന്ന, അതായത് കറക്റ്റായിട്ട് ചിലപ്പോൾ സ്കൂളിൽ നിന്നാവാം, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ട്യൂഷനായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എക്സാമിനുള്ള ബാച്ചസിനായിരിക്കാം. അപ്പോൾ എങ്ങനെയായാലും പഠിക്കുന്ന കുട്ടികൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അല്ലെങ്കിൽ എക്സാം എന്ന് കേൾക്കുമ്പോൾ വലിയ പേടിയോ ടെൻഷനൊന്നും ഇല്ലാതെ പോകുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ബാക്കിയുള്ള കുട്ടികൾ അപ്പോൾ എന്തുകൊണ്ടായിരിക്കും മിസ്സേ പഠിച്ചിട്ടില്ല, പേടിയാവുന്നു എന്നൊക്കെ പറയുന്നത്? അപ്പം മക്കളെ, അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, ഇപ്പോഴും പഠിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു റീസൺ. മിസ്സേ പഠിക്കാനേ പറ്റുന്നില്ല, ടെൻഷനായിട്ടെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ പഠിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ടെൻഷൻ കാരണം പറ്റാത്തതാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഇനിയും ഇതേ ടെൻഷനോട് കൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഹെൽത്ത് മോശമാവും. അതായത് നമ്മൾ ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഇത് നിങ്ങളുടെ തല വെട്ടുന്ന കാര്യത്തിലുള്ള എക്സാം ഒന്നുമല്ല. ഇനിയുള്ള ദിവസം നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും പഠിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ടെൻഷൻ്റെ പകുതി നമുക്ക് കുറഞ്ഞു കിട്ടും. ഓക്കെ, ബാക്കിയുള്ളത് നമ്മൾ എക്സാം ടൈമിൽ യൂട്യൂബ് ലൈവ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് സെറ്റാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ ഒരു കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ കമൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള കമൻറ്റ്സ് കാണാൻ വേണ്ടി പറ്റും. അതിൽ കുറച്ച് പേർക്കെങ്കിലും വലിയ കുഴപ്പമില്ല, എക്സാം എഴുതാൻ ടെൻഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് അവർ പഠിച്ചത് കൊണ്ടാണ്, അല്ലാണ്ട് അവർ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി അങ്ങനെ മോട്ടിവേഷൻ കൊണ്ടിരിക്കുന്നതല്ല. അവർ പഠിച്ചിട്ടുള്ള കോൺഫിഡൻസ് ആണ് അവരുടെ പേടി ഇല്ലാണ്ടാക്കിയത്. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. അപ്പോൾ ഇത്രയും ആയില്ലേ മിസ്, ഇനി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പഠിച്ചിട്ട് എന്താകാനാ? അങ്ങനെ ചിന്തിക്കരുത്. ആ പഠിക്കുന്ന കാര്യം കുറച്ച് ടെൻഷൻ കുറച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ? ആ പഠിച്ച കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് മാർക്സ് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ? അങ്ങനെ ഒരു പോസിറ്റീവ് നോട്ടോട് കൂടി തന്നെ എൻ്റെ കുട്ടികൾ ചിന്തിച്ച് ഇനിയുള്ള ദിവസങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പഠിക്കുക. അതിന് നിങ്ങൾക്ക് പഠിക്കാൻ എങ്ങനെയൊന്നും അറിയില്ല, ഇവിടെ തുടങ്ങണമെന്നൊന്നും അറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചസിൽ അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഓൾറെഡി ഉണ്ട്, നോട്ട്സ് ഓൾറെഡി ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഉണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് എന്ത് ചെയ്യാം? നിങ്ങൾ ഒത്തിരി പ്രഷറൊന്നും കൊടുക്കാതെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും കവർ ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള മക്കൾക്കാരെ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കാം. അതല്ലാത്ത രീതിയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും ഒക്കെ ഒരു കുഴപ്പമില്ല, പക്ഷെ പഠിക്കണം. കുറച്ച് ദിവസമല്ലേ, ഇനി പഠിച്ചിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല, ഇതങ്ങ് പോട്ടെ, അങ്ങനെ കളയരുത്. ഇനിയുള്ള ഓരോ ദിവസവും ഓരോ നിമിഷവും എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താല്പര്യമുള്ള മക്കൾക്ക് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം.